ഞാനിപ്പോൾ ശാസ്തമംഗലം NSS കരയോഗത്തിൻ്റെ ഓഫീസിലാണ് നിൽക്കുന്നത്. അവിടുത്തെ പ്രസിഡന്റ് ശാസ്തമംഗലം മോഹനൻ സാറിനോട് നമുക്കൊരു പൊങ്കാലയ്ക്ക് എത്തുന്ന ആൾക്കാർക്ക് ആഹാരം കൊടുക്കുന്നത്, ഒരു 10-15 വർഷമായിട്ട് ഇവർ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അന്നദാനത്തിനെ കുറിച്ചാണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. ഈ കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത് സാർ, എല്ലാ വർഷവും എത്ര വർഷമായിട്ട് ഏകദേശം തുടങ്ങിയതായിരുന്നു? ഞങ്ങളിപ്പം ഏതാണ്ട് 15 വർഷം കഴിഞ്ഞു, 16ാമത്തെ വർഷമാണ്. അപ്പോൾ ഈ ആറ്റുകാൽ ദേവിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ ആറ്റുകാൽ പൊങ്കാല ദിവസം ഈ നഗരം മുഴുവൻ ആറ്റുകാൽ ഭക്തി ലാണ്ട് കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആറ്റുകാലമ്മയ്ക്ക് ഏറ്റവും പ്രാധാന്യം അന്നദാനം. പൊങ്കാലയ്ക്ക് വരുന്ന ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ദൂര പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ വളരെ കഷ്ടപ്പെടുമായിരുന്നു മുൻകാലങ്ങളിൽ. അന്ന് ഈ വെള്ളത്തിന് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കാലം മുതൽ, പൊങ്കാല ആരംഭിച്ച കാലം മുതൽ അന്നദാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അന്നദാനം ഒരു പ്രധാനപ്പെട്ട വഴിപാട് കൂടിയാണ്. ഈ പൊങ്കാല പോലെ തന്നെ അന്നദാനവും ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ്. അപ്പോൾ ഈ പൊങ്കാല ഇടാൻ ആണുങ്ങൾ സാധാരണ പൊങ്കാല ഇടാറുണ്ട്, പെണ്ണുങ്ങളാണ്. അപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് അല്ല ആണുങ്ങൾക്ക് അവരുടെ ഭക്തി, അവരുടെ ഒരു അമ്മയ്ക്കുള്ള അർപ്പണം എന്നുള്ള നിലയിൽ ആണ് ഈ അന്നദാനം ആരംഭിച്ചത്. ഒരു പ്രക്രിയ എപ്പോഴും തുടർന്നു വരും. ഞങ്ങളും അതിൽ ഭാഗവത്തായിക്കൊണ്ട് ഇതുപോലെ 100 ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ ഇതുപോലെ അന്നദാനം നടക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രദേശത്തുള്ള ഒരു 700 പേർക്ക് ഞങ്ങളുടെ ലെവലിൽ വൃത്തിയായി കാര്യങ്ങൾ ചെയ്തു. ഇതെല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു മന്ദിരമാണ്. ആ സൗകര്യങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് അന്നദാനം ഞങ്ങൾ